السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും റബ്ബിൻ്റെ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് എന്ന ബോധ്യത്തോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അവൻ്റെ മുത്തക്കികളിൽ നമുക്കെല്ലാം ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി, റമദാനിൻ്റെ ഓരോ രാത്രിയിലും നരകത്തിൽ നിന്നും ആത്മാക്കളെ അവരുടെ കർമ്മങ്ങൾ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് അതിജയിക്കുന്നത് കൊണ്ട് ഓരോ ദിവസവും കർമ്മങ്ങൾ അവർ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വിധി മറികടന്ന് അവർ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നു. വദാലിക ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും ആ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് അല്ലാഹു മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. അഥവാ അവരുടെ അമലുകൾ മറികടന്നു എന്നർത്ഥം. അത്തരക്കാരിൽ സ്വർഗത്തിലേക്ക് റമളാൻ കൊണ്ട് വിജയിച്ച് കയറുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ഒരു മഹാപണ്ഡിതൻ്റെ ചരിത്രമാണ്. നമ്മൾ പലതവണ കേട്ട, കോടാനുകോടി മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ അല്ലാഹുവേ നീ അദ്ദേഹത്തിന് അനുഗ്രഹം ചൊരിയണമേ എന്ന് കോടാനുകോടി പ്രാവശ്യം പ്രാർത്ഥിച്ച ഒരു മഹാപണ്ഡിതൻ. ആ ഹദീസ് രംഗത്ത് ആ ഹദീസ് പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ള സേവനം നമ്മളൊന്ന് ഓർക്കുകയും ഹദീസ് നിദാന ശാസ്ത്രത്തിലെ കുലപതിയായ അദ്ദേഹത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്നാണ്. ഹദീസിലെ അമീറുൽ മുഅ്മിനീനാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പഠനവും എല്ലാം വലിയ അത്ഭുതമാണ്. അതിൽ നിന്നും ഈ ഹദീസുകൾ എന്താണ്, അത് ഹദീസല്ലേ ഖുർആനൊന്നുമല്ലല്ലോ എന്ന ലാഘവത്തോടു കൂടി സംസാരിക്കുന്ന പല ആളുകളെയും നമ്മളൊക്കെ കാണാൻ സാധിക്കും. എങ്ങനെയാണ്, എന്താണ് ഹദീസ് എന്നുള്ളത് കൂടി അതിൻ്റെ കൂടെ മനസ്സിലാക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. അസഹു കിതാബിൻ ബഅദ കിതാബില്ല, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്ത് ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലുള്ള ഏറ്റവും ഏവരാലും ലക്ഷക്കണക്കിന് പണ്ഡിതന്മാർ സ്വഹീഹാണ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അതാണ് സ്വഹീഹുൽ ബുഖാരി. അള്ളാഹിൻ്റെ ഗ്രന്ഥം കഴിഞ്ഞാൽ ഭൂമിയിലൊരു സ്വഹീഹായ ഗ്രന്ഥമുണ്ടെങ്കിൽ അത് സ്വഹീഹുൽ ബുഖാരിയാണ് എന്ന് പറഞ്ഞു. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസുന്നയുടെ ഇമാമാണ്, ദീനിന് വല്ലാത്ത സേവനം അനുഷ്ഠിച്ച പണ്ഡിതനാണ്. ആ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനാണ്
ആര്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. യഹ്യൽ മദീനി, അലിയുൽ മദീനി, യഹ്യബനുൽ മഈൻ എന്നൊക്കെ പറയുന്ന വലിയ പർവ്വത സമാനരായ ഉസ്താദുമാരുടെ ശിഷ്യനാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. 1000-ലധികം ഉസ്താദുമാർ എനിക്കുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1000-ലധികം ഉസ്താദുമാരിൽ നിന്നും ഞാൻ ഹദീസ് പഠിച്ചിട്ടുണ്ട് എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. നമുക്കറിയാം ഇമാം മുസ്ലിം, ഇമാം ബുഖാരി കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള ആളാണ്, ഇമാം ബുഖാരിയുടെ ശിഷ്യനാണ്. ഇങ്ങനെ ധാരാളക്കണക്കിന് പ്രഗത്ഭന്മാരായ ഹദീസ് പണ്ഡിതന്മാരുടെ ഉസ്താദും കൂടിയാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഹദീസുകളുടെ സംരക്ഷണത്തിന് അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു അത്ഭുതമാണ് അദ്ദേഹം. ഹദീസുകളുടെ സംരക്ഷണത്തിന്, കാരണം അത്രക്ക് നമുക്കറിയാം മുമ്പ് കാലത്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞു, അത് ചെയ്തു എന്നുള്ളത് അവരുടെ മനസ്സിൽ അവർ ഹിഫ്ളാക്കലാണ്, എഴുതി വെക്കുന്ന പരിപാടി കുറച്ചേ ഉള്ളൂ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അഥവാ അറബികൾക്ക് മനഃപ്പാടമാക്കാനുള്ള വല്ലാത്ത കഴിവായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഓല് ഹൃദയസ്ഥമാക്കി വെക്കും, ആര് ആരോട്, നബിയിൽ നിന്നും ആര് കേട്ടു, അവരിൽ നിന്നും ആര് കേട്ടു, അവരിൽ നിന്നും ആര് കേട്ടു എന്ന് ഇങ്ങനെ ഇഫ്ളാക്കിയിട്ടാണ്. എന്നിട്ട് എന്താണ് നബി പറഞ്ഞത്, എന്താണ് നബി ചെയ്തത്, എന്താണ് നബി അംഗീകരിച്ചത്, അതാണല്ലോ ഹദീസ് എന്ന് പറഞ്ഞാൽ. നബിയുടെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം, നബി ചെയ്യാൻ ഉദ്ദേശിച്ചത്, അതും ഹദീസാണ്. ഇപ്പോൾ മുഹറം 10 നോമ്പ് നബി നോറ്റു. മുഹറം 9 നോറ്റുകണോ? ഇല്ല. നബി പറഞ്ഞു അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9 നോൽക്കും. അപ്പോൾ നബി ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെയാണ് ഹദീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ചങ്ങലുകളിൽ ചിലപ്പോൾ ഒരുപാട് ആളുകളുണ്ടാവും. നബിയിൽ നിന്ന് ആര് കേട്ടു, എന്നിട്ട് ആ ഹദീസ് രേഖപ്പെടുത്തുന്ന പണ്ഡിതൻ വരെ. നമ്മളെ പേര് പോലെയല്ല അവരുടെ പേര് എന്ന് പറഞ്ഞാൽ വാപ്പുണ്ടാവും, വാപ്പാൻ്റെ വാപ്പുണ്ടാവും, വാപ്പാൻ്റെ വാപ്പുണ്ടാവും, പിന്നെ കുഞ്ഞിയത്ത് ഉണ്ടാവും, പിന്നെ ലഖബ് ഉണ്ടാവും. ഇതെല്ലാം പഠിക്കും. അപ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറയാണ്, അദ്ദേഹത്തിൻ്റെ ഇന്ന സ്ഥലത്ത് ഒരു ഷെയ്ഖിൻ്റെ അടുക്കൽ ഹദീസ് ഉണ്ട് എന്ന് കേട്ടാൽ അവിടേക്ക് യാത്ര ചെയ്യും. എന്നിട്ട് ആ ഷെയ്ഖിൻ്റെ അടുത്ത് നിന്ന് ഹദീസ് കേൾക്കുമ്പോൾ അദ്ദേഹം എഴുതി വെക്കൂല, കേൾക്കുന്ന മാത്രയിൽ അദ്ദേഹത്തിന് മനഃപ്പാടമാകുന്നതാണ്. അദ്ദേഹം എന്ത് വായിച്ചോ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മനഃപ്പാടമാകുന്നതാണ്. എന്നിട്ട് അദ്ദേഹം വായിക്കുന്ന കാര്യങ്ങൾ എല്ലാം മനഃപ്പാടമായിട്ട് അത്യാവശ്യമല്ലാത്ത അദ്ദേഹം പൊത്തിപ്പിടിച്ചാണ് വായിക്കാറുള്ളത് എന്നാണ്. അത്രക്കധികം മനഃപ്പാടമാക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കുന്ന സഹപഠിതാക്കൾ. അഥവാ കൂഫയിൽ, ബസറയിൽ, ബഗ്ദാദിൽ, മിസ്റിൽ ഒക്കെ ആ നാട്ടിൽ നിന്നും സഹാബിമാരുടെ ശിഷ്യന്മാരവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരുണ്ടാവും. അപ്പോൾ അവരെടുത്ത് ഹദീസ് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ആ നാട്ടിലേക്ക് പോകും. ഏകദേശം 14,000 കിലോമീറ്റർ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി യാത്ര ചെയ്തിട്ടുണ്ട്. 14,000 കിലോമീറ്റർ. എങ്ങനെയാണ് ഇപ്പോൾ ആ യാത്ര? തൻ്റെ ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും കാൽനടയായും. എന്താണ് ആ യാത്രൻ്റെ അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമുക്കറിയാലോ, അദ്ദേഹം മക്കയിലും മദീനയിലും അതുപോലെ തന്നെ മിസ്റിലും കൂഫയിലും ബസറയിലും ഷാമിലൊക്കെയാണ് അവരെ യാത്ര. മക്കി മദീനൻ്റെ അവസ്ഥ എന്താ? അവിടെ പോയ ആൾക്കാരാണല്ലോ നമ്മളൊക്കെ. ഒരു കുന്ന്, അടുത്ത് കഴിഞ്ഞ് ഇറങ്ങി വേറൊരു കുന്ന്, അത് കഴിഞ്ഞ് വേറെ കുന്ന്, കുന്നും മലകളും മാത്രമാണ്. എന്നിട്ട് ചൂടും തണുപ്പും പൊടിക്കാറ്റും പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ചാനുള്ള യാത്ര. ഇങ്ങനെ യാത്ര ചെയ്ത് 14,000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. എന്നിട്ട് ഉസ്താദിൻ്റെ അടുത്ത് കേൾക്കുമ്പോൾ എല്ലാ ശിഷ്യന്മാരും എഴുതി വെക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു നാട്ടിൽ നിന്ന് കൂഫയിൽ നിന്നും ബസറയിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാർക്കൊന്നും പരിചയം ഉണ്ടാവില്ല. അഥവാ ഒരു പഠിതാവ് ഒരു ഇൽമ് തേടി ഒരു ചെറുപ്പക്കാരൻ വന്നു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ക്ലാസ്സിലിരിക്കുകയാണ്. 5 ദിവസം 10 ദിവസമൊക്കെ ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോഴും ഈ ചെറുപ്പക്കാർ എഴുതി വെക്കൂല. അപ്പോൾ മറ്റേ പഠിതാക്കൾ കൂടെ ഉള്ള ആൾക്കാർ, ഓല് വേറെ നാട്ടിൽ നിന്ന് വന്ന പണ്ഡിതന്മാരായിരിക്കും. ഓല് പറയും, എന്താണ് എഴുതി വെക്കാത്തത്? എഴുതി വെക്കാൻ കാരണം നബി മുതൽ
ഈ ഷെയ്ഖ് വരെയുള്ള പരമ്പര പറഞ്ഞിട്ടാണ് ഹദീസ് പറയണത്, ഒരുപാട് ഹദീസുകൾ. അപ്പൊ ഈ എന്താണ് എഴുതി വെക്കാൻ, എഴുതി വെക്കാതിരുന്നുണ്ടെങ്കിൽ ഇൽത്തിബാസ് ആവൂലേ എന്ന് ഇവർ പറയാൻ തുടങ്ങി. അപ്പോൾ ഇമാം ബുഖാരി എഴുതി വെക്കണില്ല. അങ്ങനെ ഇവര് 3, 4, 5 അഥവാ കൂടെ പറഞ്ഞപ്പോൾ ഈ 10 ദിവസം അല്ലെങ്കിൽ എത്ര ദിവസമാണോ ആ ഷെയ്ഖിൻ്റെ അടുത്ത് ഇമാം ബുഖാരി കേട്ടത്, അത് മുഴുവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു എന്നാണ്. നിങ്ങൾ എഴുതി വെച്ചത് എനിക്ക് പറഞ്ഞുതരി, ഞാൻ കേൾക്കട്ടെ എന്ന് പറയുകയും അവർ എഴുതി വെച്ചിട്ടുള്ള തെറ്റുകൾ ഇദ്ദേഹത്തിൻ്റെ ഹിഫ്ളിൽ നിന്ന് തിരുത്തി കൊടുത്തു എന്നാണ്. ഇമാം ബുഖാരിയുടെ ഹിഫ്ളിൻ്റെ കപ്പാസിറ്റിയാണ്. അപ്പോൾ ഇത്ര വലിയൊരു മഹാനാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇങ്ങനെ ഹദീസ് പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം വ്യത്യസ്ത പട്ടണങ്ങളിലേക്ക് പോയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാലശേഷം ഇൽമ തേടി ഈ സഹാബത്തിൻ്റെ ശിഷ്യന്മാർ, ഇപ്പോൾ ഒരു ബസറയിലേക്ക് പോയ സഹാബി, ആ സഹാബിയുടെ ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്നുള്ള ഹദീസൊക്കെ കേട്ട് പഠിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേറൊരു സഹാബി ഇന്ന സ്ഥലത്തുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകും. ഇങ്ങനെ യാത്ര, നമ്മളെ ഈ നൂൽപുട്ട് ഉണ്ടല്ലോ, അതുപോലെയാണ് പോലെ യാത്ര. ശരിയാൻ പറഞ്ഞാൽ അതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പോകണ പോലെ. അപ്പോൾ എത്രത്തോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു അല്ലാഹു റസൂലിൻ്റെ സഹാബിയാണ്. അദ്ദേഹം മദീനയിൽ നിന്നും ഒരു ഹദീസ് അബൂ അയ്യൂബുൽ അൻസാരിയും ഉഖബ റളിയല്ലാഹു അൻഹുവും ഉഖബത്ത് ബിൻ ആമിറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഓല് രണ്ടാളും മാത്രമേ ഒരു ഹദീസ് കേട്ടിട്ടുള്ളൂ. ഓല് രണ്ടാളുണ്ടായപ്പോൾ നബി ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അബൂ അയ്യൂബുൽ അൻസാരി മദീനത്താണ്, ഉഖബത്ത് ബിൻ ആമിർ മിസ്റിലാണ്. രണ്ടും സഹാബികളാണ്. അങ്ങനെ ഈ ഹദീസിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹിന്റെ അടുത്ത് രണ്ടാളെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ അബൂ അയ്യൂബുൽ അൻസാരിക്ക് ഒരു സംശയം, നബി അങ്ങനെ തന്നെ അല്ലേ ഞാൻ പറഞ്ഞത് എന്ന്. അങ്ങനെ മദീനയിൽ നിന്നും 1300 കിലോമീറ്റർ ഉണ്ട്. 1300 കിലോമീറ്റർ തൻ്റെ ഒട്ടകപ്പുറത്ത് അബൂ അയ്യൂബുൽ അൻസാരി യാത്ര പോയി എന്നാണ്. എന്തിനായി പോണത്? ഒരു ഹദീസ് കിട്ടാനല്ല, ഒരു ഹദീസ് അങ്ങനെ തന്നെയല്ലേ. ഇങ്ങളും ഞാനുള്ള സമയത്താണ് നബി നമുക്കത് പഠിപ്പിച്ചെന്നത്. അപ്പം എനിക്ക് ചെറിയൊരു സംശയം, പോലെ എത്രത്തോളം സൂക്ഷ്മത പാലിച്ച് നോക്കണം. എന്നിട്ട് മദീനയിൽ നിന്നും മിസ്റിലേക്ക് എത്തി ആ ഹദീസ് അങ്ങനെയല്ലേ റസൂലുള്ള അന്ന് പറഞ്ഞത് എന്ന് ഉഖബയോട് ചോദിച്ച് ഉഖബ പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞത് എന്ന് ഉഖബ തിരിച്ചു പറഞ്ഞു കൊടുത്തു. നേരെ പിന്നെ മിസ്റിലെത്തിയാണല്ലോ, എന്നാൽ 4 ദിവസം മിസ്റിൽ താമസിച്ചിട്ട് ഇങ്ങോട്ട് പോരാന്ന് തീരുമാനിച്ചില്ല എന്നാണ്. അപ്പം തന്നെ ഇങ്ങോട്ട് തിരിച്ചു എന്നാണ്. നമ്മൾ ചമ്മാട്ട് പോയി തിരിച്ചു പോരുന്ന പോലെ ഇത്രയധികം സൂക്ഷ്മതയോടുകൂടി ഹദീസുകൾ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ്. ഈ ഹദീസിനെയാണ് നമ്മൾ നിസ്സാരമായി നമ്മൾ പല ആളുകളും സംസാരിക്കുന്നത്. ഇത്ര വളരെ ലാഘവത്തോടുകൂടി അത് ഹദീസല്ലേ, ഹദീസിൽ അങ്ങനെ എന്തെല്ലാം പൊള്ളത്തരങ്ങൾ ഉണ്ടാകും, എത്രത്തോളം ഇവർ പണ്ഡിതന്മാർ സൂക്ഷ്മത പാലിച്ചു എന്ന് ഈ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. നോക്കൂ, ഇത്ര ഞാനിത് പറയാനുള്ള കാരണം, ചില ആളുകൾ ഉണ്ടാക്കുന്ന ഒരു വസ്വാസാണെന്ത്, ഖുർആനാണെങ്കിലും ഒക്കെ ഹദീസ് എന്ന് പറഞ്ഞാൽ നബിൻ്റെ വഫാത്തിന് ശേഷം ഒരു 150 കൊല്ലോ 200 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കിയതല്ലേ. അതിങ്ങനെ ഓല് നബി പറഞ്ഞത് നബിൻ്റെ ശിഷ്യന്മാർ സഹാബികൾ കണ്ട്, പിന്നെ സഹാബിമാർ ശിഷ്യന്മാർ ഓലും മരിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ പറഞ്ഞൊരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അവർ കണ്ടതും നബി പറഞ്ഞതും അതിൽ കുറേ അബദ്ധങ്ങൾ കയറി കൂടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഹദീസുകൾ അങ്ങനെ തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. ഖുർആനാണെങ്കിൽ ഓക്കെ എന്ന് പറയുന്ന ഹദീസുകളെ പുച്ഛിക്കുന്ന ആളുകളെ നമ്മൾ കാണാൻ സാധിക്കും. അതിന് ഒരു കാരണം പറയാറുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹദീസ് എഴുതി വെച്ചിട്ടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്. നബി പറഞ്ഞു, വിശുദ്ധ ഖുർആൻ എഴുതി വെക്കുന്ന സഹാബികളോട് പറഞ്ഞു, ഖുർആനും ഹദീസും ഇൽത്തിബാസ് ആകുന്ന രീതിയിൽ നിങ്ങൾ എഴുതി വെക്കാൻ പാടില്ല. അതാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഇറങ്ങുന്ന സമയത്ത് നബിൻ്റെ ഹദീസും എഴുതി വെക്കുക, ആയത്തും എഴുതി വെക്കുക. പിന്നെ അത് ഇൽത്തിബാസാവും, ജനങ്ങൾക്കൊരു പക്ഷേ ഇൽത്തിബാസാവും, ഇത് ആയത്താണോ ഹദീസാണോ എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ എഴുതി വെക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുകയുണ്ടായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് എഴുതി വെക്കാൻ പറഞ്ഞതിന് തന്നെ നമുക്ക് തെളിവുകൾ കാണാൻ സാധിക്കും. അവർ എഴുതി വെക്കുകയും
അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, മാ മിനസ് സഹാബത്തി അഹദുൻ അക്സറ ഹദീസൻ മിന്നി, എന്നേക്കാൾ കൂടുതൽ സഹാബികളുടെ കൂട്ടത്തിൽ ഹദീസ് അറിയുന്ന, കൂടുതൽ ഹദീസ് കേട്ട ആരുമില്ല. ഇല്ല മാ കാനമിൻ അബ്ദുല്ലാഹിബ്ൻ അംർ, അബ്ദുല്ലാഹിബ്ൻ അംർ ഒഴികെ. അബ്ദുല്ലാഹിബ്ൻ അംറിന്റെ പ്രത്യേകത എന്താ? ഫഇന്നഹു യക്തുബു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുന്ന ഹദീസുകളെല്ലാം എഴുതി വെക്കും. വ അന ലാ അക്തുബു, ഞാൻ എഴുതി വെക്കാറില്ല, ഞാൻ ഹിഫ്ളിലാണ് ഉണ്ടായാൽ. അപ്പോൾ എന്ത് മനസ്സിലായി? സഹാബത്ത് അത് എഴുതി വെക്കുന്നുണ്ട്. 150 കൊല്ലവും 200 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആരൊക്കെ പിന്നെ കേട്ടുകളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുണ്ടാക്കി കുത്തിക്കുറിച്ചുണ്ടാക്കിയ സംഗതികളല്ല ഹദീസ് നർത്ഥം. അപ്പം അന്നേ സഹാബികൾ ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫതഹു മക്ക അഥവാ ഹജ്ജത്തുൽ വദാ സംസാരിക്കുകയാണ്. ഹജ്ജത്തുൽ വദാഇൻ്റെ സംസാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് അബൂഷാത്ത് എന്ന് പറയുന്ന ഒരു സഹാബി വന്നു. റസൂൽ, നിങ്ങൾ എന്താണ് പറഞ്ഞത്? എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, ഹജ്ജത്തുൽ വദാഇൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഉപദേശങ്ങൾ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനോട് പറയാണ്, റസൂലുള്ള സഹാബത്തിനോട് ഉക്തുബുലി അബീഷാത്ത്, നിങ്ങൾ അബൂഷാത്തിന് എഴുതി കൊടുക്ക്, അഥവാ നബി പറഞ്ഞ സംഗതി നിങ്ങൾ എഴുതി കൊടുക്കൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവർ അന്നേ ഹദീസുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അവരെടുത്ത ഹദീസിൻ്റെ ഇന്നത്തെ പോലെ വളരെ ബൃഹത്തായ ഗ്രന്ഥങ്ങളായി എഴുതി വെച്ചിട്ടില്ല എന്ന് മാത്രം, അവർ എഴുതി വെച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്ൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയും, കുൻതു അക്തുബു കുല്ല ഷൈഇൻ അസ്മഉഹു മിൻ റസൂലില്ലാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേൾക്കുന്ന എല്ലാ ഹദീസുകളും ഞാൻ എഴുതി വെക്കും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഞാൻ എഴുതി വെക്കുന്നത് കണ്ടപ്പോൾ റസൂൽ എന്നോട് പറഞ്ഞു, ഉക്തുബ് അബ്ദുല്ലാഹിബ്ൻ അംർ, താങ്കൾ എന്നിൽ നിന്നും കേൾക്കുന്നത് എഴുതിക്കോ. ഫവല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് സത്യം, മാ ഖറജ മിന്നി ഇല്ലൽ ഹഖ്, ഞാൻ പറയുന്നതെല്ലാം, ദീനായിട്ട് പറയുന്നതെല്ലാം ഹക്കായിരിക്കും, അതുകൊണ്ട് ബാത്തിൽ ഞാൻ പറയില്ല. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബത്ത് ഹദീസ് എഴുതി വച്ചിരുന്നു എന്നുള്ളതിനുള്ള തെളിവാണ്. എന്ന് മാത്രമല്ല, നമുക്ക് ആ സഹാബത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ കാണാൻ സാധിക്കും, അവർ എഴുതി വെക്കുകയും അവർക്ക് ചില ഏടുകൾ, ഹദീസിൻ്റെ ഏടുകൾ ഉണ്ടായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും, ഒന്നാമത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫറായിലുള്ള ചെറിയ ഏടുണ്ടായിരുന്നു എന്നാണ്. എന്താ ഫറായിൽ എന്ന് പറഞ്ഞാൽ? അനന്തരാവകാശ സ്വത്തിൻ്റെ വിഷയത്തിൽ ഇന്ന ആളുകൾക്ക് ഇന്ന 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 എത്ര കൊടുക്കണം എന്നുള്ള നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഏട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സീല് അതിലുണ്ടായിരുന്നു എന്നാണ്. ഫീഹാ ഖാതമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ സ്വഹീഫത്തു അലി ഇബ്നു അബി ത്വാലിബ്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൻ്റെ ഒരു ഏടുണ്ടായിരുന്നു. അദ്ദേഹം അതിൽ ഈ ഒട്ടകങ്ങളുടെ വയസ്സ് അതുമായി നബി പഠിപ്പിച്ചിട്ടുള്ള, എന്തിനാ ഒട്ടകത്തിൻ്റെ വയസ്സ്? ജക്കാത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒട്ടകത്തിന് അല്ലെങ്കിൽ ഉളുഹിയത്ത് അറക്കണമെന്നുണ്ടെങ്കിൽ ആടുകൾക്കും മാടുകൾക്കൊക്കെ എത്ര വയസ്സ് എന്നൊരു കണക്കുണ്ടല്ലോ. അപ്പോൾ അത് അതിൽ എഴുതി വച്ചിരുന്നു. ഒരു ഭരണാധികാരി ജിറാഹാത്തുകൾ, കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അതിനെന്താണ് പ്രതിവിധി എന്നുള്ള കാര്യങ്ങൾ എഴുതി വച്ചിരുന്നു. ഇങ്ങനെ ഒരുപാട് സഹാബികൾക്ക് അവരുടേതായ ഏടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സഹാബികൾ ഹദീസുകൾ എഴുതി വെച്ച് കുറേ, ഏറ്റവും കൂടുതൽ അവർ ഹിഫ്ളിനെ അവലംബിക്കുന്ന, മനപ്പാടത്തെ അവലംബിക്കുന്ന ആളുകളായതുകൊണ്ട് അവരുടെ മനപ്പാടവും ആ നിലക്ക് അന്നേ അവർ ഹദീസുകളെ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. ശരി, നമുക്ക് ഇമാം ബുഖാരിയുടെ ചരിത്രത്തിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം ബിൻ മുഗീറ ബിൻ ബർദിസ്ബ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പൻ്റെ പേരടങ്ങുന്ന പേരാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം ബിൻ മുഗീറ ബിൻ ബർദിസ്ബ. ബർദിസ്ബ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ല, ബർദിസ്ബ എന്ന് പറഞ്ഞാൽ മുസ്ലിം പേരല്ല. അദ്ദേഹത്തിൻ്റെ ഈ പറയപ്പെട്ട 1, 2, 3, 4ാമത്തെ വല്യാപ്പ അല്ലെങ്കിൽ 4ാമത്തെ ഉപ്പ അമുസ്ലിമാണ്. മുഗീറയാണ് മുസ്ലിം ആകുന്നത്. മുഗീറ എന്ന് പറയുന്ന വല്യപ്പയാണ് മുസ്ലിം ആകുന്നത്. അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹം പിന്നെ ഇബ്രാഹിം, മുഗീറയുടെ മകൻ ഇബ്രാഹിം, ഇബ്രാഹിമിൻ്റെ മകൻ ഇസ്മായിൽ, അദ്ദേഹത്തിൻ്റെ മകൻ ഇമാം ബുഖാരിയുടെ പേരെന്താണ്? മുഹമ്മദ് എന്നാണ് പേര്.
ഹിജ്റ 194 ബുഖാറയിലാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. ബുഖാറയിൽ, എവിടെ? ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലാണ് ബുഖാറ. അവർ അറേബ്യൻ രാജ്യമല്ല, അറേബ്യൻ രാജ്യമല്ല ബുഖാറ. അറബിയല്ല. ഇമാം ബുഖാരി അറബിയല്ല. അദ്ദേഹത്തിൻ്റെ ഉമ്മയും അദ്ദേഹത്തിൻ്റെ സഹോദരനും അദ്ദേഹവും കൂടി ഹജ്ജിന് വന്നിട്ട് മക്കത്ത് താമസിക്കണ്. ഉമ്മാനെയും സഹോദരനെയും പറഞ്ഞേക്കാണ് ചെറിയ പ്രായത്തിൽ തന്നെ. അങ്ങനെയാണ് മൂപ്പര് ഇങ്ങോട്ട് മക്കയിലേക്ക് വരുന്നത്. പിന്നെ മക്കയും മദീനയുമായി അദ്ദേഹത്തിൻ്റെ നാട്. അപ്പോൾ അദ്ദേഹം അറബിയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു അറബിയല്ലാത്ത ഒരു മനുഷ്യനാണ് ഹദീസ് ലോകത്തിൻ്റെ നെറുകയിലെത്തിയ ഒരു അത്ഭുതമായി മാറിയത്. ജനിക്കണ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഉപ്പ ആരായിരുന്നു? ഉപ്പ നിങ്ങൾ മറന്നോ? ഈ മുഹമ്മദ് ബിനു ഇസ്മായിൽ. ഇസ്മായിൽ എന്ന ഉപ്പ മഹാപണ്ഡിതനായിരുന്നു. മഹാപണ്ഡിതനായിരുന്നു മാത്രമല്ല മഹാസമ്പത്തുള്ള ആളായിരുന്നു. ഇഷ്ടം പോലെ സമ്പത്തുള്ള ആളുമായിരുന്നു, വലിയ പണ്ഡിതനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപ്പ ചെറുപ്പത്തിലെ മരിച്ചു. ഇഷ്ടം പോലെ സമ്പത്ത് ഉണ്ട്, വാപ്പ ചെറുപ്പത്തിലെ മരിച്ചു. അപ്പോൾ ബുഖാരിൻ്റെ ഉമ്മാക്ക് വലിയ ആഗ്രഹമായിരുന്നു മോനെ വാപ്പാനെ പോലെ വലിയ ഹദീസ് പണ്ഡിതനാക്കണം. പക്ഷേ കുട്ടി ജനിച്ചു നോക്കിയപ്പോൾ കണ്ണ് കാണില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചരിത്രം. കുട്ടി ജനിച്ചപ്പോൾ, മുഹമ്മദ് എന്ന കുട്ടി ജനിച്ചപ്പോൾ, ബുഖാരി എന്ന് പേര് വരാനുള്ള കാരണം ബുഖാറയിൽ ജനിച്ചതുകൊണ്ടാണ്. ബുഖാരി എന്ന് പേര് വരാൻ കാരണം ബുഖാറയിൽ ബുഖാറ എവിടെയാണ്? ഉസ്ബെക്കിസ്ഥാനിലുള്ള അനറബി രാജ്യമായ ഉസ്ബെക്കിസ്ഥാനിലുള്ള ഒരു സ്ഥലമാണ് ബുഖാറ. ഇന്നും ബുഖാറ തന്നെയാണ് അറിയപ്പെടുന്നത്. പല വ്ളോഗർമാരും ബുഖാറയിലൊക്കെ പോയിട്ട് വ്ളോഗ് ചെയ്യണൊക്കെ നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ കുട്ടി ജനിച്ചു നോക്കിയപ്പോൾ കുട്ടിക്ക് കണ്ണില്ല, കണ്ണ് കാണൂല, അന്ധനാണ്. ഉമ്മൻ്റെ വല്ലാത്ത ആഗ്രഹമായിരുന്നു വാപ്പാനെ പോലെ ഹദീസ് പണ്ഡിതനാണെന്ന്. ചെറുപ്പത്തിലെ വാപ്പ മരിച്ചുപോയി. ഈ ഉമ്മ പ്രാർത്ഥിക്കാണ് കുഞ്ഞിൻ്റെ കാഴ്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട്. നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഉമ്മ. കുഞ്ഞ് ആ പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കാഴ്ച തിരിച്ചു കിട്ടുകയാണ്. ആലോചിച്ച് നോക്കി. എന്താ പറയുക, ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജനനം തന്നെ വല്ലാത്ത അത്ഭുതമാണ്. ഉമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന, മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് എത്ര എഫക്റ്റ് ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇമാം ബുഖാരിയുടെ ഉമ്മയുടെ പ്രാർത്ഥന. ഇമാം ബുഖാരിയുടെ ഉമ്മ നിരന്തരമായി പടച്ചറബിനോട് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു എന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. അപ്പോൾ മാതാപിതാക്കളായി എനിക്കും നിങ്ങൾക്കൊക്കെ അതിൽ വലിയ പാഠമുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. മക്കളുടെ വിഷയത്തിൽ പലപ്പോഴും നമ്മൾ വലിയ നിരാശയിലും അതുപോലെ തന്നെ വലിയ സങ്കടത്തിലും ബേജാറിലൊക്കെ വേണം. അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. സുദൈസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രമൊക്കെ നമ്മൾ കേട്ടു. ഭയങ്കര കുരുത്തക്കേടായിരുന്നു. ഇന്ന് 2 ഹറമുകളുടെയും ഇമാമുകളുടെ ഹെഡാണ് അദ്ദേഹം. അവിടെ ഹറം ഇമാമുമാരുടെ മന്ത്രി ഉണ്ടാകും. അവിടെ ഇന്നൊക്കെ നമുക്കില്ല സാമ്പത്തിക മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, അവിടെ ഹറം ഇമാമ് എന്നുള്ളത് മന്ത്രിയാണ്. ആ മന്ത്രിക്ക് കീഴിലാണ് ഇമാമികളാണ്, മൂപ്പരാണ് ലിസ്റ്റ് തയ്യാറാക്കലൊക്കെ. അപ്പോൾ ഹറം ഇമാമായിട്ടുള്ള മന്ത്രിയാണ് ഇമാം സുദൈസ് ഹഫിളഹുല്ല. അദ്ദേഹത്തിൻ്റെ ഉമ്മാൻ്റെ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. അത്രക്ക് കുരുത്തക്കേടായിരുന്നു എന്നാണ്. അപ്പോൾ ഉമ്മ പറയും, എന്ത് നമ്മളൊക്കെ കുരുത്തക്കെട്ടുണ്ടെങ്കിൽ ഈ നന്നാവൂലടാന്നാണല്ലോ പറഞ്ഞത്. ഉമ്മ പറഞ്ഞു, എന്ത് എൻ്റെ മോന് ഹറമിലെ ഇമാമാകും. സ്ഥിരം ഉമ്മ പറയത്ര, എൻ്റെ മോന് ഹറമിലെ ഇമാമാകാനുള്ളതാണ്. അപ്പോൾ കുരുത്തക്കേട് കളിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഉസ്താദിന് ഇഷ്ടപ്പെടില്ല, നാട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല, കുടുംബക്കാർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അജാതി കുരുത്തക്കേടായിരിക്കും. എറിഞ്ഞൊടിക്കുന്നു, പൊട്ടിക്കുന്നു, അവിടെ കയറുന്നു, ഇവിടെ മറയുന്നു. അങ്ങനെയുള്ള ഒരാളായിരുന്നു അങ്ങേയറ്റത്തെ കുരുത്തക്കേടിൻ്റെ ഹെഡ് ഓഫീസ് എന്നൊക്കെ പറയില്ലേ. പക്ഷെ ഉമ്മാൻ്റെ പ്രാർത്ഥനയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണുന്നത്. എത്രയോ ഉമ്മമാരാക്കിയ വളർത്തിയ മക്കളുടെ അങ്ങനെ കിതാബുകളും പണ്ഡിതന്മാരുടെ കഥകളെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വല്ലാത്ത എഫക്റ്റ് ഉണ്ട്. നേരെ തിരിച്ചുണ്ട്. ശപിച്ചിട്ടുണ്ടെങ്കിൽ ശാപം കിട്ടും ചെയ്യും. ഞാൻ നന്നാവില്ലടാ കുരുത്തം കെട്ടവനെ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം.
വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ, കാരണം ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പ്രാർത്ഥന. നമ്മൾ ജുറൈജിൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഓരോന്ന് പറയാൻ പോയി തീരുമാനിച്ച് അങ്ങനെയാണ് പോകും. അത്രയ്ക്ക് വലിയ ബനൂ ഇസ്രായേലിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഒരു അങ്ങേ അറ്റത്തെ ആബിദായ മുത്തക്കിയായ ഒരു മനുഷ്യൻ്റെ കഥയാണ് ജുറൈജിൻ്റെ കഥ. അള്ളാഹ്ക്ക് വേണ്ടി അദ്ദേഹം ഒരു ചെറിയ ഒരു മിഹ്റാബ് പണിത്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാലയം പണിത്, ഒരു മലക്ക് മുകളിൽ ഇബാദത്തെടുക്കുന്ന 24 മണിക്കൂറും ഇബാദത്തിലും നിസ്കാരത്തിലും കഴിയുന്ന ഒരു ആബിദായ മനുഷ്യൻ. അപ്പോൾ ഉമ്മ വരും, എന്നും മല കയറി ഉമ്മ വരും കാണാൻ. അപ്പോൾ അദ്ദേഹം നിസ്കാരത്തിലായിരിക്കും. അദ്ദേഹം നിസ്കാരത്തിൽ തുടരും. ഉമ്മാൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യൂല. പാവപ്പെട്ട ഉമ്മ തിരിച്ച് കുന്നിറങ്ങിപ്പോകും, പിന്നെയും വരും. പിന്നെ ഇങ്ങനെ 3 പ്രാവശ്യമൊക്കെ സംഭവിച്ചു. ഉമ്മ ശപിച്ചു എന്നാണ്. ആ ശാപം അദ്ദേഹത്തിന് തട്ടി. അദ്ദേഹത്തിന് ഒരു പെണ്ണുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉണ്ടാവുന്ന അവസ്ഥയുണ്ടായി. ആ പെണ്ണ് ഗർഭിണിയായി. യഥാർത്ഥത്തിൽ ഒരു ഇടയൻ്റെ ഗർഭമാണ് ആ പെണ്ണ് ചുമന്നത്. ആളുകൾ വന്നു. ആളുകൾ ഏറെ ബഹുമാനിക്കുന്ന പണ്ഡിതനായിരുന്നു ജുറൈജ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ വീട് തല്ലി പൊളിച്ച് അദ്ദേഹത്തെ അടിച്ചവശനാക്കി. ചരിത്രം അങ്ങനെയാണ്. പിന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഉമ്മയുടെ പ്രാർത്ഥന അവിടെ ഫലിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ അത്ഭുതം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം അല്ലാഹു പിന്നെ കാണിച്ചു കൊടുത്തു. ചെറിയ കുട്ടിയായി സംസാരിച്ച 3 കുട്ടികളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ജുറൈജിൻ്റെ കുട്ടിയാണ്. തൊട്ടിയിൽ നിൽക്കുന്ന കുട്ടി സംസാരിച്ചു, എൻ്റെ പിതാവ് ആ ഇടയനാണ്, നിങ്ങൾ പറയുന്ന പോലെ ഇദ്ദേഹമല്ല. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിച്ചു. ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, ഉപ്പമാരുടെ പ്രാർത്ഥനയ്ക്ക് അജാതി എഫക്റ്റാണ്. അതുകൊണ്ട് മക്കളെ ചീത്ത പറയുമ്പോൾ, മക്കളെ ദുഷിച്ച് പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം എന്നർത്ഥം. ശരി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉമ്മൻ്റെ പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടാൻ കാരണമായത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹം 10 വയസ്സിന് മുമ്പ് തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി. ഈ 10 വയസ്സിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് 70,000-ഓളം ഹദീസുകൾ അദ്ദേഹത്തിന് മനഃപ്പാഠമുണ്ടായിരുന്നു എന്നാണ്. എങ്ങനെയാണ് ഒരു ഹദീസ്? ഇപ്പോൾ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഒരു ഹദീസാണ്. ഈ ഹദീസ് ആര് കേട്ടു? റസൂലുള്ളാഹിയുടെ അടുത്ത് ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു. ഉമർ റളിയല്ലാഹു അടുത്ത് ആര് കേട്ടു? അവിടുന്ന് അങ്ങോട്ട് ആര് കേട്ടു? അങ്ങനെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇദ്ദേഹത്തിൻ്റെ ഉപ്പ അദ്ദേഹത്തിൻ്റെ ഉസ്താദ് കൂടിയാണ്. വളരെ ചെറുപ്പത്തിലല്ല മരിച്ച അദ്ദേഹത്തിൻ്റെ ഉസ്താദ്. അപ്പോൾ ഉപ്പാൻ്റെ അടുത്ത് കുറേ ഹദീസുകൾ അദ്ദേഹം പഠിച്ചു. ബുഖാറയിലുള്ള പണ്ഡിതന്മാരിൽ നിന്നും കുറേ ഹദീസുകൾ പഠിച്ചു. 10-ാം വയസ്സിന് മുമ്പ് ഖുർആൻ ഹിഫ്ളാക്കി. 70,000-ഓളം ഹദീസ് സനദോടടക്കം അദ്ദേഹം മനഃപ്പാടാക്കി. അങ്ങനെ 16-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ അഹ്മദ് ഉണ്ട്. അഹ്മദും ഇമാം ബുഖാരിയും, എന്തായിരുന്നു ബുഖാരിയുടെ പേര്? മുഹമ്മദ് എന്നാണ്. അപ്പോൾ ഒരു കുട്ടിൻ്റെ പേര് അഹ്മദ്, ഒരു കുട്ടിൻ്റെ പേര് മുഹമ്മദ്. ഉപ്പ മരിച്ചിട്ടുണ്ടല്ലോ, ഉമ്മയും കൂടി ഇമാം ബുഖാരിയുടെ 16-ാമത്തെ വയസ്സിൽ ഹജ്ജിന് വരികയാണ് നാട്ടിൽ, മക്കത്തേക്ക്. ഹജ്ജിന് വന്നതിന് ശേഷം ഉമ്മാനെയും അഹ്മദിനെയും പറഞ്ഞയച്ച് അദ്ദേഹം, ഞാനിവിടെ നിൽക്കുക, ഹദീസ് അവിടെ മക്കത്തും മദീനത്തും വന്ന് ധാരാളം പണ്ഡിതന്മാരുണ്ട്. ഇത് ഏതാ കാലഘട്ടം? ഹിജ്റ 196, അതാണ് നമ്മൾ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ജനന കാലഘട്ടം. അങ്ങനെ അദ്ദേഹം ഉമ്മയെയും സഹോദരനെയൊക്കെ പറഞ്ഞയച്ച് ഹദീസ് പഠനത്തിന് വേണ്ടി മക്കയും മദീനയും ബഗ്ദാദും ബസ്രയും ഷാമും കൂഫയും ഖുറാസാനും ഇങ്ങനെ ഒട്ടനേകം സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത്, ഏകദേശം ഞാൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് 14,000 കിലോമീറ്ററുകൾ ഇദ്ദേഹം ഹദീസ് പഠനത്തിന് യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 62-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. തൻ്റെ ആയുസ് മുഴുവൻ ഈ ഹദീസ് പഠനത്തിന് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു. ഇമാം ബുഖാരിക്ക് 3 ലക്ഷം ഹദീസുകൾ സനദടക്കം മനഃപ്പാഠമുണ്ടായി. 3 ലക്ഷം ഹദീസുകൾ അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുമ്പായി അദ്ദേഹം പഠിച്ചിട്ടുള്ളത് 3 ലക്ഷം ഹദീസുകളാണ്. സനദടക്കം അദ്ദേഹത്തിന് മനഃപ്പാഠമുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പറഞ്ഞു തരാണ്. അദ്ദേഹം 1-ാമത്തെ ഗ്രന്ഥം എഴുതുന്നത് 16-ാമത്തെ വയസ്സിലാണ്. 1-ാമത്തെ ഗ്രന്ഥം അദ്ദേഹം എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ 16-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ബുഖാരിക്ക് പുറമെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അദ്ദേഹത്തിന്. അതിൽപ്പെട്ട ഒരു പ്രസിദ്ധമായ ഗ്രന്ഥമാണ് താരീഖുൽ കബീർ എന്ന് പറയുന്നൊരു ഗ്രന്ഥം. താരീഖുൽ കബീർ അത് ഹദീസ് പണ്ഡിതന്മാരുടെ ചരിത്രം പറയുന്ന ഗ്രന്ഥമാണ്. അഥവാ
ഒരു ഹദീസ്, ആ ഹദീസ് എങ്ങനെ സ്വീകരിക്കുക? ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു സഹാബി ഹദീസ് കേട്ടു. ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു, അബൂ റളിയല്ലാഹു അൻഹു കേട്ടു. അബൂ ഹുറൈറയിൽ നിന്നും ആര് കേട്ടു? ഒരു പക്ഷേ ഒരു സഹാബി തന്നെയാണ് കേൾക്കുക, അല്ലെങ്കിൽ താബി ആണ് കേൾക്കുക. ആ താബിയിൽ നിന്നും ആര് കേൾക്കും? ഒരു പക്ഷേ താബി കേൾക്കും, അല്ലെങ്കിൽ തബഅ് താബി കേൾക്കും. അവിടുന്ന് ആര് കേൾക്കും? അവിടുന്ന് അങ്ങോട്ട് ഒരു ഹദീസ് പണ്ഡിതനായിരിക്കും, അല്ലെങ്കിൽ അടുത്തേശം ഒരാളും അതിൻ്റെ ശരി ഹദീസ് പണ്ഡിതനായിരിക്കും. അപ്പോൾ ഇമാം ബുഖാരിക്ക് ഒരു ഹദീസ് കിട്ടുമ്പോൾ ഇമാം ബുഖാരിയുടെ ഉസ്താദ്, അതിൻ്റെ ഉസ്താദ്, അതിൻ്റെ ഉസ്താദ്, അതിൻ്റെ മുകളിലൊരു താബി, അതിൻ്റെ മുകളിലൊരു സഹാബി, അതിൻ്റെ മുകളിൽ റസൂലുള്ള. ഈ ചങ്ങല മുറിയാതെ കിട്ടണം. ഈ ചങ്ങല മുറിയാതെ കിട്ടണം എന്ന് മാത്രമല്ല, ചങ്ങല മുറിയാതെ കിട്ടിയിട്ട് കാര്യമില്ല, ഈ ചങ്ങലയിലുള്ള ആളുകൾ വിശ്വസ്തരാണോ എന്ന് പഠിക്കും. അവർ കളവ് പറയുന്ന ആളുകളാണോ, അതേപോലെ തന്നെ അവർ പക്ഷപാതികളാണോ? പക്ഷപാതികൾ എന്ന് പറഞ്ഞാൽ അന്ന് ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അറബികൾ ഓരോ ഗോത്രങ്ങളായി ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ ഗോത്രത്തിനോട് ഇദ്ദേഹത്തിൻ്റെ ഗോത്രം എന്തെങ്കിലും ഒരു താല്പര്യമില്ലായ്മ ഉണ്ടെങ്കിൽ ഞാൻ എന്താക്കും, ആ ഒരു ഗോത്രപരമായ പക്ഷപാതിത്വം, രാഷ്ട്രീയപരമായ പക്ഷപാതിത്വം, അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും പക്ഷപാതിത്വങ്ങൾ പറയുന്ന ആളാണോ എന്ന് നോക്കും. കളവ് പറയുന്ന ആളാണോ നോക്കും. ദീന് കൊണ്ടെടുക്കുന്ന ആളാണോ നോക്കും. എന്ന് മാത്രമല്ല, എന്നിൽ നിന്നിപ്പോൾ ഞാനാണ് ഒരു ഇമാം ബുഖാരിയുടെ അടുത്ത് കേട്ട അദ്ദേഹത്തിൻ്റെ ഉസ്താദ്, ആ ഉസ്താദിൻ്റെ ഉസ്താദ് ഇവർ തമ്മിൽ കണ്ടുമുട്ടിക്കണോ നോക്കണം. ഒരാളെന്ന് പറഞ്ഞാൽ പോരല്ലോ, കണ്ടുമുട്ടിയെന്ന് കേട്ടാൽ പോരെ. എവിടുന്ന് കണ്ടുമുട്ടിയെന്ന് ഇമാം ബുഖാരി നോക്കുന്നത്? ഏത് നാട്ടിൽ നിന്ന്? കാരണം ഈ ആള് ബസറയ്ക്ക് പോയിട്ടുണ്ട്, ആ ആളും ബസറയ്ക്ക് പോയിട്ടുണ്ട്, രണ്ടും ഒരു കാലഘട്ടമാണെന്ന് അന്നത്തെ ചരിത്രകാരന്മാർ പറയണം. ആ ഉസ്താദിൻ്റെ ദർസിൽ ഈ ഉസ്താദ് ഇരുന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും നോക്കി പഠിച്ച്, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ബുഖാരിയിലേക്ക് എഴുതി വെക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് റൗളയിൽ ചെന്ന് ഇസ്തിഖാർ നിസ്കരിക്കും. എവിടെ റൗള എന്ന് പറഞ്ഞാൽ? മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗള. ഈ റൗളയിൽ 2 റക്അത്ത് ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരമുണ്ട്. എന്താ ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരം? അള്ളാഹുവിനോട് ചോദിക്കുന്ന, അള്ളാഹിനോട് തിരഞ്ഞെടുക്കാൻ. നമ്മൾ ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ട് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു വീട് വെക്കുമ്പോൾ, ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒക്കെ അള്ളാഹുവിനോട് ഒരു തെരഞ്ഞെടുക്കൽ ചോദിക്കണം. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്, നമ്മളൊക്കെ എപ്പോഴും ചെയ്യേണ്ടതാണ്. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആ ദുആ കാണാതെ അറിയെങ്കിൽ അത്തഹിയാത്തിൽ പ്രാർത്ഥിക്കുക. അത്തഹിയാത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്. അത്തഹിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫകമിനുൻ അൻ യുസ്തജാബ ലക്കും എന്നാണ്. നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഏറെ ഫലപ്രദമായ പ്രാർത്ഥനയാണ് അത്തഹിയാത്തിലെ പ്രാർത്ഥന. മനസ്സിലായില്ലേ? അത് അറിയില്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷം നമ്മുടെ മൊബൈലിലോ എവിടെ എഴുതി വെച്ചതോ നോക്കിയിട്ട് ഏതാ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബി ഖുദ്റതിക വഅസ്തഖീറുക അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബി ഇൽമിക വഅസ്തഖ്ദിറുക ബി ഖുദ്റതിക വഅസ്അലുക മിൻ ഫളികൽ അലീം ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിർ വതഅലമു വലാ അഅലം. അഥവാ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചത് ചെയ്യണോ ചെയ്യണ്ടേ നമുക്കറിയില്ല. അപ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കും. പടച്ചോനെ, നീ ഭാവി അറിയുന്നവനാണ്. ഞാൻ ഈ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് ഖൈറാണെങ്കിൽ ആ കാര്യം എനിക്ക് എളുപ്പമാക്കി തരണമേ. അല്ലാഹുമ്മ ഇൻ കുൻത തുരീദു അന്ന ഹാദൽ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംർ ഖൈറുൽ ലീ, അത് എനിക്ക് ഖൈറാണെങ്കിൽ ഫീ ദീനി വ ദുനിയായ, എൻ്റെ ദീനിലും ദുനിയാവിലും എൻ്റെ ആഖിറത്തിനൊക്കെ ഖൈറാണെങ്കിൽ ആ കാര്യം എനിക്ക് ചെയ്തുകൊണ്ടാ, അതെനിക്ക് എളുപ്പമാക്കിക്കൊണ്ടാ. അതെനിക്ക് ഷെറാണെങ്കിൽ പടച്ചോനെ ആ കാര്യത്തെ എന്നിൽ നിന്നും അകറ്റ്, എന്നെ അതിൽ നിന്നും അകറ്റ്, എന്നിട്ട് എനിക്ക് ഖൈറായത് എനിക്കൊന്നു കൊണ്ടാ. അതാണ് ഇസ്തിഖാറത്തിൻ്റെ പ്രാർത്ഥന. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ഇങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അദ്ദേഹം പണ്ഡിതന്മാരോട് ചോദിച്ച് പഠിച്ച് വ്യക്തമായതിന് ശേഷം എന്നിട്ട് 2 റക്അത്ത് ഇസ്തിഖാർ നിസ്കരിച്ചിട്ടാണ് സ്വഹീഹുൽ ബുഖാരിയിലേക്ക് എഴുതി വെച്ചതെന്ന്. എന്നിട്ട് തൻ്റെ ഉസ്താദായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെയും യഹ്യൽ മദീനിയെയും അലിയിൽ മദീനയെയും ഒലക കൊണ്ടേ കാണിച്ചു കൊടുത്തു എന്നാണ്. അതാണ് സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം. അപ്പോൾ എത്രത്തോളം സൂക്ഷ്മത ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് താരീഖുൽ കബീർ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഹദീസ് ഉദ്ധരിച്ച ഒരാൾ, അവർ വിശ്വസ്തന്മാരാണോ അവരുടെ ചരിത്രം എഴുതി വെക്കുന്നൊരു ഗ്രന്ഥം.
ഹദീസ് പണ്ഡിതന്മാരുടെ ചരിത്രം എഴുതി വെക്കുന്ന താരീഖുൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ഉണ്ട്, ഇസ്ഹാഖ് ബിൻ റാഹവൈഹി എന്ന് പറയുന്ന ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയ ഉസ്താദാണ്. ഇമാം ബുഖാരി സ്വഹീൽ ബുഖാരി എഴുതാനും താരീഖുൽ കബീർ എഴുതാനും ഈ ഉസ്താദാണ് അദ്ദേഹത്തിന് പ്രചോദനമായത്. ഒരിക്കൽ ഉസ്താദ് സദസ്സെന്ന് പറഞ്ഞു, ക്ലാസ് എന്ന് പറഞ്ഞു, പണ്ഡിതന്മാരുടെ ചരിത്രമൊക്കെ എഴുതി വെക്കുന്നൊരു ഗ്രന്ഥം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേന് എന്ന് ഉസ്താദ് ഇങ്ങനെ പറയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലത് തങ്ങി. ഹദീസ് പണ്ഡിതന്മാരെ കുറിച്ച് അവർ എവിടെ ജനിച്ചു, എന്തൊക്കെ എഴുതണം, അവർ എവിടെ ജനിച്ചു, അദ്ദേഹത്തിൻ്റെ പിതാവ് ആരാണ്, അതുപോലെ തന്നെ വല്ലിപ്പമാരാരാണ്, കുഞ്ഞിയത്ത് എന്താണ്, എവിടേക്ക് ആ ഒരു പണ്ഡിതൻ യാത്ര ചെയ്തിട്ടുണ്ട്, എത്ര ഹദീസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ A to Z കാര്യങ്ങൾ. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ പ്രത്യേകത. റസൂലുള്ളാഹിൻ്റെ ഒരു ഹദീസ് ഒരാൾ കേട്ടു എന്നറിഞ്ഞാൽ അയാളെക്കുറിച്ച് കണ്ട ഹദീസ് പണ്ഡിതന്മാർ മുഴുവൻ പഠിക്കും. റസൂലുള്ളാഹിനെ കുറിച്ച് ഒരു ഹദീസ് ഒരാൾ കേട്ടെന്ന്, അതാണ് ആ ഹദീസിൻ്റെ സ്വീകാര്യതയും അതുപോലെ തന്നെ അതിൻ്റെ പവറും അത്രയാണ്. ഇങ്ങനൊരു ഗ്രന്ഥം എഴുതിയിരുന്നെങ്കിൽ എന്ന് ഉസ്താദ് പറയുകയും ഇദ്ദേഹം 9,000-ഓളം ഹദീസ് പണ്ഡിതന്മാരുടെ ചരിത്രം A to Z പഠിച്ചു. എത്ര? 9,000-ഓളം. എന്നിട്ട് തൻ്റെ ഉസ്താദിന് അദ്ദേഹം കാണിച്ചു കൊടുത്തു എന്നാണ്. അദ്ദേഹം 9,000-ഓളം ആളുകളുടെ ചരിത്രം അദ്ദേഹം പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ താരീഖുൽ കബീറിൽ 13,000